എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഡ്രൈവർ തസ്തികകളിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബേസിക്സ് എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത റീസെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത് തന്നെ. അപ്പോൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടി പോവുക. എല്ലാം വാരി വലിച്ച് പഠിക്കാതെ ഒരു കൃത്യമായിട്ടുള്ളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് PSC ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കാൻ പോകുന്നത് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടിരുന്നാൽ തന്നെ നമുക്ക് പകുതി ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം എന്ന് പറയുന്നത് 1988 ആണ് കേട്ടോ. ഇനി അറിയില്ല എന്ന് പറയരുത്. ഇന്ത്യയിൽ നിലവിലുള്ള മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം എന്ന് പറയുന്നത് 1988 ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ. മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 ജൂലൈ 1 മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷം 1988 ആണെങ്കിൽ അത് നിലവിൽ വന്ന വർഷമാണ് ഏത്? 1989 ജൂലൈ 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഡിഫറൻസ് നോക്കണം. നമുക്ക് കൺഫ്യൂസ് ആവാനും അതുപോലെ തന്നെ തെറ്റിപ്പോകാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താണ് ഈ ഒരു 2 ഇയർ എന്ന് പറയുന്നത്? അപ്പം 1988 എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷവും അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന വർഷമാണ് 1989 ജൂലൈ 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 88, 89 തിരിഞ്ഞു പോലെ മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഭാഗം നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ഉത്തരം എന്താണ്? രാജേഷ് പൈലറ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി? ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. നമ്മൾ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഇതാണ് ഉത്തരം എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ സമയത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് എന്നുള്ളത് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ഇതാണ് നമുക്ക് ഏറ്റവും കൺഫ്യൂസ് ആവുന്ന ഒരു ഫാക്ട്സ് ആണ്. എന്ത് ചെയ്യുന്ന ഇയർ ആണ് എന്ന് പറയുന്നത്. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷവും അതുപോലെ തന്നെ നിലവിൽ വന്ന വർഷവും നമുക്ക് ഒരു കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അതിപ്പോ നമുക്ക് എന്താണ് അത് മനസ്സിൽ നമുക്ക് പഠിച്ചു വെക്കുക. എന്താണ് നമ്മൾ ഉറപ്പിച്ച് അങ്ങ് പഠിച്ചു വെക്കുക. ഈ 1988 വാഹന നിയമം പാസ്സാക്കിയത്, മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയത്. 1989 ഈ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത്. ഇതൊന്ന് ഉറപ്പിച്ചങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ തെറ്റിപ്പോരുത് കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്നത് ഓർക്കണം. നോക്കിയേ, ശ്രദ്ധിച്ചേ. മോട്ടോർ വാഹന നിയമം 2019 പ്രകാരം 1988 നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? മോട്ടോർ വാഹന നിയമം 2019 പ്രകാരം 1988 നിയമത്തിലെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? കുറെ അധികം ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2019 നിയമപ്രകാരം കുറെ അധികം ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഭേദഗതി സമയത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? എന്താണ് ഈ മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന സമയത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു? രാജേഷ് പൈലറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഭേദഗതി സമയത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ നോക്കി എന്താണ്, അത് മാറിപ്പോവരുത്. മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ സമയത്ത് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഈ ഒരു നിയമം പാസ്സാക്കിയ സമയത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ രാജേഷ്. അതേസമയം ഈ ഒരു നിയമം 1988 പാസ്സാക്കിയ മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷം എന്തായിരുന്നു? 1988 മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷം ശ്രീ രാജേഷ് ആയിരുന്നു കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയെങ്കിൽ
എന്താണ് 2019 ഇത് ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി? നിതിൻ ഗഡ്കരിയാണ് കേട്ടോ. ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. അപ്പം മറന്നു പോകരുത്. അപ്പൊ അത് ആരുടെ മന്ത്രിസഭയായിരുന്നു? അത് ആ സമയത്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയായിരുന്നു. അപ്പൊ 2019 ഭേദഗതി ചെയ്ത സമയത്ത് നരേന്ദ്രമോദി മന്ത്രിസഭയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഒന്ന്, മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷം. 2, മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന വർഷം. അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന നിയമം പാസ്സാക്കിയ വർഷം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നത് ആര്? അതുപോലെ തന്നെ ആരുടെ മന്ത്രിസഭയിലായിരുന്നു ആ ഒരു ഇത് നിയമം പാസ്സാക്കിയത്? അതുപോലെ തന്നെ 2019 ഇത് ഭേദഗതി ചെയ്തപ്പോ ആരുടെ മന്ത്രിസഭയായിരുന്നു? അതുപോലെ തന്നെ ആരാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി? അപ്പൊ ഇത്രയും പറഞ്ഞു. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പ്രധാനപ്പെട്ട 4 ഭാഗമേ ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ, മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 നടപ്പിലാക്കി. എന്താണ് നടപ്പിലാക്കിയത്? മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 പാസാക്കി. നമ്മുടെ മോട്ടോർ വാഹന നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1989 ആണ് അല്ലെ. 1989 എന്ത് മോട്ടോർ വാഹന നിയമം നിലവിൽ വന്നത് അല്ലേ. അപ്പൊ അത് പാസ്സാക്കിയ വർഷം 1988. അപ്പൊ ശ്രദ്ധിച്ചേ, മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 നടപ്പിലാക്കി. എന്താണ് ഈ നടപ്പിലാക്കിയ നിയമം എവിടെ മുഴുവൻ വ്യാപകമാണ്? ഇന്ത്യ മുഴുവൻ വ്യാപകമാണ് കേട്ടോ. ഈ ഒരു നിയമം 1989 നടപ്പിലാക്കിയ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഇന്ത്യ മുഴുവൻ വ്യാപകമാണ് കേട്ടോ. ഇന്ത്യ മുഴുവൻ വ്യാപകമാണ്. ഇനി ശ്രദ്ധിച്ചേ, മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി കേരള ഗവൺമെന്റ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 നടപ്പിലാക്കി. ഇവിടെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 നടപ്പിലാക്കിയെങ്കിൽ ഇവിടെ കേരള ഗവൺമെന്റ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 നടപ്പിലാക്കി കേട്ടോ. അത് KMVR 1989 നടപ്പിലാക്കി. അപ്പൊ അവിടെ നമ്മൾ കണ്ടത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എവിടെ നടപ്പിലാക്കി? ഇന്ത്യയിൽ മുഴുവൻ ഈ നിയമം ബാധകമാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഈ മോട്ടോർ വാഹന നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ വ്യവസ്ഥകളെയൊക്കെ നടപ്പിലാക്കുന്നതിനായിട്ട് കേരള ഗവൺമെന്റും കൂടെ എന്ത് കൊണ്ടുവന്നു? കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് നടപ്പിലാക്കി. അവിടെ CMVR അല്ലേ 1989. ഈ നിയമം ഇന്ത്യ മുഴുവൻ വ്യാപകമാണ്. അതുപോലെ തന്നെ KMVR 1989 ഇത് കേരളത്തില് കേരള വെഹിക്കിൾ റൂൾസ് ആണ്. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? CMVR KMVR 1989. ഓക്കെ, മറ്റേത് ഇന്ത്യ മുഴുവൻ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989. ഇത് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പറഞ്ഞു എല്ലാം ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി അടുത്ത് നോക്കാം. മീനിങ് ഓഫ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്. എന്താണ് മീനിങ് ഓഫ് പബ്ലിക് സർവീസ് വെഹിക്കിൾ? നമുക്ക് ഇനി വിശദമായിട്ട് ഓരോ പബ്ലിക് സർവീസ് വെഹിക്കിൾസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ശ്രദ്ധിച്ചേ, വാടകയോ പ്രതിഫലമോ വാങ്ങി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുയോജ്യമാക്കിയ ഏതൊരു മോട്ടോർ വാഹനവും പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ പെടും. അപ്പൊ ഒരു പൊതുഗതാഗതത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ പൊതുഗതാഗതത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. വാടകയോ പ്രതിഫലമോ വാങ്ങി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുയോജ്യമാക്കിയ ഏതൊരു മോട്ടോർ വാഹനവും
പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ പെടും. എന്താണ്? പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ പെടും. ഇനി ശ്രദ്ധിച്ചേ, അതിന് ഉദാഹരണങ്ങളാണ് നോക്കുന്നത്. പബ്ലിക് സർവീസ് വാഹനങ്ങൾക്കുള്ള ഉദാഹരണമാണ് നമ്മൾ നോക്കുന്നത്. മാക്സി ക്യാബ്, മോട്ടോ ക്യാബ്, അതുപോലെ തന്നെ കോൺട്രാക്ട് കാരിയേജ്, സ്റ്റേജ് കാരിയേജ്. എന്താണ്? മാക്സി ക്യാബ്, മോട്ടോ ക്യാബ്, കോൺട്രാക്ട് കാരിയേജ്, സ്റ്റേജ് കാരിയേജ്. കേട്ടോ, മനസ്സിലായല്ലോ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? എന്താണ്? പൊതുഗതാഗതത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതിനകത്ത് ഉദാഹരണമാണ് നമ്മൾ പറയുന്നത് മാക്സി ക്യാബ്, മോട്ടോ ക്യാബ്, കോൺട്രാക്ട് കാരിയേജ്, സ്റ്റേജ് കാരിയേജ്. കേട്ടോ, ശ്രദ്ധിച്ചേ. എന്താണ് ഓരോന്നും എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ശ്രദ്ധിച്ചേ, ടൈപ്സ് ഓഫ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പബ്ലിക് സർവീസ് വെഹിക്കിൾസിന്റെ ടൈപ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? കോൺട്രാക്ട് കാരിയേജ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, ശ്രദ്ധിച്ചിരിക്കുക. വാടകയ്ക്കോ പ്രതിഫലത്തിനോ വേണ്ടി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? ഈ കോൺട്രാക്ട് കാരിയേജ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ നമ്മള് ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു? മാക്സി ക്യാബ്, മോട്ടോ ക്യാബ്, കോൺട്രാക്ട് കാരിയേജ്, സ്റ്റേജ് കാരിയേജ്. കേട്ടോ, അപ്പൊ അതില് നമ്മള് കോൺട്രാക്ട് കാരിയേജ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. വാടകയ്ക്കോ പ്രതിഫലത്തിനോ വേണ്ടി യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? കോൺട്രാക്ട് കാരിയേജ് എന്ന് പറയുന്നത്. കേട്ടോ, ശ്രദ്ധിച്ചേ. ഇനി എന്താണ് മാക്സി ക്യാബ് എന്ന് നോക്കാം. വാടകയോ പ്രതിഫലമോ വാങ്ങി ഡ്രൈവറെ കൂടാതെ ആറിലധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്നതും എന്നാൽ 12ലധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയാത്തതുമായിട്ടുള്ള വാഹനമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ മാക്സി ക്യാബ് എന്ന് പറയുന്നത്. എന്താണ് മാക്സി ക്യാബ് എന്ന് പറയുന്നത്? മനസ്സിലായോ? അപ്പൊ എന്താണ്? 12 പേരെ കൊണ്ടുപോകാൻ കഴിയുന്നത്, അതായത് ഡ്രൈവർ കൂടാതെ 6 പേരെ കൊണ്ടുപോകാൻ കഴിയുന്നതും അതുപോലെ തന്നെ 12ലധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയാത്തതുമായിട്ടുള്ള വാഹനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? മാക്സി ക്യാബ് എന്ന് പറയുന്നത്. അപ്പം 6 പേര് ഓക്കെ ആണ്, 12 പേര് ഓക്കെ അല്ല. 12ൽ കൂടുതൽ അധികം യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് കഴിയാത്തതുമായിട്ടുള്ള വാഹനങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? മാക്സി ക്യാബ് എന്ന് പറയുന്നത്. കേട്ടോ, ഇനി മറക്കരുത്. ശ്രദ്ധിച്ചേ, എന്താണ് മോട്ടോ ക്യാബ് എന്ന് നോക്കാം. വാടകയോ പ്രതിഫലമോ വാങ്ങി ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണ്. പരമാവധി 6 യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണ് എന്ത് എന്ന് പറയുന്നത്? മോട്ടോ ക്യാബ് എന്ന് പറയുന്നത്. വാടകയോ പ്രതിഫലമോ വാങ്ങി ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണ് മോട്ടോ ക്യാബ് എന്ന് പറയുന്നത്. കേട്ടോ, ഇനി ശ്രദ്ധിച്ചേ, സ്റ്റേജ് കാരിയേജ്. എന്താണ് സ്റ്റേജ് കാരിയേജ് എന്ന് നോക്കാം. മുഴുവൻ യാത്രയിലേക്കോ യാത്രയുടെ ഘട്ടങ്ങളിലോ വേണ്ട പ്രതിഫലം പ്രത്യേകം ഓരോ യാത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയോ അല്ലെങ്കിൽ വാടകയ്ക്കോ ഡ്രൈവറെ ഒഴികെ 6ലധികം യാത്രക്കാരെ കൊണ്ടുപോകാനായി നിർമ്മിച്ചതോ അനുയോജ്യമാക്കിയതോ ആയ മോട്ടോർ വാഹനമാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റേജ് കാരിയേജിന്റെ ടൈപ്പിൽ വരുന്നത്. കേട്ടോ, പബ്ലിക് സർവീസ് വെഹിക്കിൾസിന്റെ അത് ടൈപ്പിനകത്ത് വരുന്ന സ്റ്റേജ് കാരിയേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തില് എന്താണ് വെഹിക്കിളില് എന്താണ് മുഴുവൻ യാത്രയിലേക്കോ യാത്രയുടെ ഘട്ടങ്ങളിലോ വേണ്ട പ്രതിഫലം പ്രത്യേകം ഓരോ യാത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിയോ അല്ലെങ്കിൽ വാടകയ്ക്കോ ഡ്രൈവർ ഒഴികെ 6ലധികം, ഡ്രൈവറെ ഒഴിവാക്കിയല്ല കേട്ടോ, ഡ്രൈവർ ഒഴികെ 6ലധികം യാത്രക്കാരെ കൊണ്ടുപോകാനായി നിർമ്മിച്ചതോ അനുയോജ്യമാക്കിയതോ ആയ മോട്ടോർ വാഹനമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ സ്റ്റേജ് കാരിയേജ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ എന്താണ് PSCയിലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നിരവധി വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. ബിക്കോസ് എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള നല്ല സാധ്യതകളുണ്ട്. അപ്പം ഇത്തരം ഭാഗങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനി അടുത്തത് മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം, പെട്ടെന്ന് നമുക്ക് നോക്കി വിടാം. മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അറിയാവുന്ന കാര്യമാണ്. ഡ്രൈവർമാർ, കണ്ടക്ടർമാർ ഇവർക്കുള്ള ലൈസൻസ്, അതുപോലെ തന്നെ പെർമിറ്റുകളിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ നിയന്ത്രണം. ഇത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണല്ലേ? നോക്കിയേ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകം വ്യവസ്ഥകൾ, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകം വ്യവസ്ഥകൾ, അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം, ഇൻഷുറൻസ്, ബാധ്യത, ലയബിലിറ്റി, കുറ്റകൃത്യങ്ങളും പിഴകളും. ഇതെന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്? മോട്ടോർ വാഹന നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ബേസിക്സ് ആയി വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മളൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ.
ശ്രദ്ധിച്ചേ, മോട്ടോർ വെഹിക്കിൾസ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. അക്കോർഡിംഗ് ടു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റീസ്, എന്താണ്, ഭാരം വഹിക്കാനുള്ള ശേഷി അനുസരിച്ച് എന്താണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതിനെ? വെഹിക്കിൾസിനെ. എന്താണ്? അക്കോർഡിംഗ് ടു ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റീസ്, അതായത് ഭാരം അനുസരിച്ച്, ഭാരം വഹിക്കാനുള്ള എന്താണ് ശേഷി അനുസരിച്ച് വെഹിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എന്താണ് LMV, MMV, HMV ഒക്കെ അറിയാമല്ലോ, വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം LMV, HMV, MMV ഒക്കെ എന്താണ്, ഭാരം വഹിക്കാനുള്ള ആ ഒരു ശേഷി അനുസരിച്ച് വെഹിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾസ് പോലെ കൊടുത്തിരിക്കുന്നതാണ് എന്താ, LMV, MMV, HMV ഒക്കെ കേട്ടോ. അത് അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, അക്കോർഡിംഗ് ടു യൂസേജ്. അതുപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തിനെ? നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിനെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസേജ്, അക്കോർഡിംഗ് ടു യൂസേജ്, അത് ഉപയോഗം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ എന്താ, ട്രാൻസ്പോർട്ട്, നോൺ ട്രാൻസ്പോർട്ട്. അപ്പൊ ആദ്യത്തേത് കപ്പാസിറ്റി അനുസരിച്ച്, ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂസേജ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വെഹിക്കിൾസിന്റെ കപ്പാസിറ്റി എല്ലാം വെഹിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ അക്കോർഡിംഗ് ടു യൂസേജ്, ട്രാൻസ്പോർട്ട്, നോൺ ട്രാൻസ്പോർട്ട് കേട്ടോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താ നോക്കാം. ശ്രദ്ധിച്ചേ, അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് പെർമിറ്റ്, പെർമിറ്റിന്റെ തരം അനുസരിച്ച് കേട്ടോ. അപ്പൊ എന്താണ്, ഇപ്പൊ ഓരോ പെർമിറ്റിന്റെ തരം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് നോക്കി, ഓട്ടോറിക്ഷ, ദെൻ കോൺട്രാക്ട് കാരിയേജ്, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് കാരിയേജ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബസ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ്, ഗുഡ്സ് കാരിയേജ്. അപ്പൊ നമ്മൾ എന്താണ് കോൺട്രാക്ട് കാരിയേജ്, അതുപോലെ തന്നെ മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ് എന്താ നമ്മൾ നോക്കി, അല്ല അതിന്റെ സവിശേഷതകൾ എന്താ നമുക്ക് നമ്മൾ നോക്കി. അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇതെല്ലാം അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് പെർമിറ്റിന്റെ തരം അനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷന് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടു, ആദ്യം നമ്മള് ശ്രദ്ധിച്ചേ, ആദ്യം നമ്മള് എന്താണ് ഭാരം അനുസരിച്ച്, അതായത് ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു. LMV, MMV, HMV ഒക്കെ എന്താണ് ആ കപ്പാസിറ്റി അനുസരിച്ചുള്ളത്. അതേപോലെ തന്നെ എന്താണ് അക്കോർഡിംഗ് ടു യൂസേജ് അനുസരിച്ച് ട്രാൻസ്പോർട്ട് ആൻഡ് നോൺ ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ കണ്ടത് എന്താണ്, പെർമിറ്റ് അനുസരിച്ചുള്ളതാണ്. നെക്സ്റ്റ് പെർമിറ്റ് അനുസരിച്ച് നമ്മൾ കണ്ടു, ക്ലാസിഫിക്കേഷൻ കണ്ടു. ഏതൊക്കെയാണ്? ഓട്ടോറിക്ഷ, കോൺട്രാക്ട് കാരിയേജ് അല്ലെങ്കിൽ സ്റ്റേജ് കാരിയേജ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസ്, ദെൻ ഗുഡ്സ് കാരിയേജ്. ഇതൊക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ് ടൈപ്പ് ഓഫ് പെർമിറ്റിനകത്ത്, പെർമിറ്റിന്റെ തരം അനുസരിച്ച് വരുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മളിപ്പം എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്, എന്നാണ് മോട്ടോർ നിയമം പാസ്സാക്കിയ വർഷം, നിലവിൽ വന്ന വർഷം, പാസ്സാക്കിയ സമയത്ത് ആരായിരുന്നു എന്താണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി, ആരുടെ മന്ത്രിസഭയായിരുന്നു, അതുപോലെ തന്നെ 2019 ഈ ഒരു നിയമം ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, 1988 നിയമം ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ആ നിയമം ഭേദഗതി ചെയ്ത സമയത്ത് എന്താണ് ആരായിരുന്നു, ആരുടെ മന്ത്രിസഭയായിരുന്നു, ആ സമയത്ത് ആരായിരുന്നു കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 1988 അതുപോലെ തന്നെ 1989 തിരിഞ്ഞു പോകരുത്, അത് മാറിപ്പോകരുത്, മറന്നു പോകരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളുണ്ട്, അവരുടെ പേരുകളും ഒരിക്കലും മറന്നു പോകരുത്. രാജേഷ്, അതുപോലെ തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു. അപ്പം 2019 ആരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യുക, എന്താണ് മാറിപ്പോകരുത്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മറന്നു പോകരുത്. ഈ ഇയറും അതുപോലെ തന്നെ ഈ 2 പേരുകളും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, സവിശേഷതകൾ എന്താണ്, ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. ഇനിയും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെ, ലോക വൈദ്യുത വാഹന ദിനം എന്നാണ്? സെപ്റ്റംബർ 9 കേട്ടോ. ലോക വൈദ്യുത വാഹന ദിനം സെപ്റ്റംബർ 9 കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഉറപ്പായിട്ടും അറിയാം നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സജഷൻസ് ഉണ്ട്. ഏതെങ്കിലും പ്രത്യേക ക്ലാസ്സുകൾ വേണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നോട് കമന്റിലൂടെ ചോദിക്കുക. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത്തരം സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യുക. ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.